എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇതാ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഇനി മുതൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രതിദിന കൂലി 401 രൂപയായിരിക്കും. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. നമ്മൾ ഇതുവരെ വിളിച്ചിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനി ചരിത്രമാവുകയാണ്. ഇതിന് പകരമായിട്ട് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പുതിയ മാറ്റത്തോടെയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് പ്രതിദിന കൂലി 401 രൂപയായിട്ട് ഉയർത്തിയിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നായിട്ട് കേരളം ഇതോടെ മാറിയിരിക്കുകയാണ്. ഹരിയാനയിലാണ് ഏറ്റവും ഉയർന്ന കൂലി നിലവിൽ ലഭിക്കുന്നത്, 409 രൂപയാണ്. പുതിയ നിയമപ്രകാരം രാജ്യത്തെവിടെയും അടിസ്ഥാന കൂലി 300 രൂപയിൽ താഴെയാകരുത് എന്ന് കേന്ദ്രം നിഷ്കർഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂലി വർധനവ് മാത്രമല്ല, മറ്റൊരു വലിയ നേട്ടം കൂടിയുണ്ട്. ഇതുവരെ ഒരു വർഷം പരമാവധി 100 തൊഴിൽ ദിനങ്ങളാണ് ലഭിച്ചത് എങ്കിൽ ഇനി മുതൽ അത് 125 ദിവസമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. 15 ദിവസത്തിനകം തന്നെ കൂലി ലഭിക്കേണ്ടതാണ്. ജോലി പൂർത്തീകരിച്ച് 15 ദിവസത്തിനകം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തേണ്ടതാണ്. കാലതാമസം വന്നാൽ ദിവസേന 0.05% നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. നിലവിലുള്ള ജോബ് കാർഡുകൾക്ക് പകരം പുതിയ കാർഡുകൾ നൽകുന്നതാണ്. എന്നാൽ നിലവിലെ ഈ KYC ചെയ്ത കാർഡുകൾ പുതിയത് കിട്ടുന്നത് വരെ സാധുവായിരിക്കുന്നതാണ്. ജലസുരക്ഷ, ദുരന്ത നിവാരണം, ഗ്രാമീണാടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ 4 പ്രധാന മേഖലകളിലായിരിക്കും ഇനി ജോലികൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.